മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ നാത്തൂൻ്റെയും അളിയൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. നമ്മൾ പുറത്ത് പോകാൻ റെഡി ആവാൻ പോവാണ് കേട്ടോ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ മോർണിംഗേ പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തായിരുന്നു എവിടെയെങ്കിലും ഒക്കെ. പക്ഷേ സിസ്റ്ററിലോയ്ക്കും ബ്രദറിലോയ്ക്കും വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ മോർണിംഗ് പ്ലാൻസൊക്കെ ചേഞ്ച് ചെയ്തു. മോർണിംഗ് ഉച്ചയ്ക്കൊക്കെ അവർ വേറെ കുറേ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. സോ നമ്മൾ ഈവനിങ് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തു. സോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിപ്പോയി. നവംബർ 28 കേട്ടോ അവരുടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ അന്ന് ഷൂട്ട് ചെയ്തെങ്കിലും എനിക്ക് ഇപ്പോഴാണ് ഇത് ഇടാൻ പറ്റിയത്, അതുകൊണ്ടാണ്. സോ ഞാൻ ആദ്യം ഒരു റെഡ് ടോപ്പായിരുന്നു ഇട്ടത്, ഒരു ബ്ലാക്ക് സ്കേർട്ടായിട്ടാണ് പെയർ ചെയ്തത്. എനിക്ക് പക്ഷേ അതിനേക്കാൾ ഈ ഒരു ടോപ്പ് കൂടുതൽ അതിൻ്റെ കൂടെ സ്യൂട്ട് ചെയ്യുമെന്ന് തോന്നിയോണ്ട് ഞാനത് ചേഞ്ച് ചെയ്തു കേട്ടോ. സോ ഇറങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാനും എൻ്റെ ഹസ്ബൻഡും ബ്ലാക്ക് ആയിട്ട് നമ്മൾ ട്വിൻ ചെയ്യുകയായിരുന്നു. പ്ലാൻഡ് അല്ല, നമ്മൾ റെഡിയായി വന്നപ്പോഴത്തേക്കും അങ്ങനെ ആയിപ്പോയതുണ്ട്. എന്താ ചെയ്യുക, മനപ്പുറത്തമേ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ട്വിൻ ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിലാണ് കേട്ടോ പോയത്. ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയത്. ഒത്തിരി എൻജോയ് ചെയ്തു. നമ്മളങ്ങനെ ഭയങ്കര പ്ലാൻസ് ആൻഡ് കാര്യങ്ങളായിട്ടൊന്നും അല്ലെങ്കിലും ഇറ്റ് വാസ് എ ക്യൂട്ട് സ്വീറ്റ് ഡേ. അവർ ഒത്തിരി എൻജോയ് ചെയ്തു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നൈനുക്കുട്ടിക്ക് ഇതുപോലെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഇങ്ങനെ ട്രോളിയിലൊക്കെ ഇരുന്ന് നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള ട്രോളി ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ഇരുത്തി കൊണ്ടുപോകുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ് കേട്ടോ അവൾ. പിന്നെ ഇതുപോലെയൊക്കെ കാണാനും. അപ്പോൾ അവിടെ നമ്മൾ എവിടെ പോകാനും അവൾ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടും കൂടെ പോയി നമ്മളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, എല്ലാവരും ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ മടങ്ങിയത് കേട്ടോ. സോ ഇത് അവിടെ ഒരു ബേബി ഷോപ്പായിരുന്നു. സോ അവിടെ ഈ ഒരു ടെഡി ബേഴ്സിൻ്റെ ഇതിൻ്റെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൾ അതിൽ കുറച്ചുകൂടി ഭയങ്കര ഇതായിരുന്നു. സോ അവിടെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ്, ഒരു അല്ലറ ചില്ലറ അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി. ജസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. എന്താ കൊണ്ടോ ഈ ട്രോളിയിൽ ഇരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളെ എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് പിന്നീട് നമ്മൾ ലുലുന്ന് തന്നെ ഒരു സർപ്രൈസായിട്ട് ഒരു കുഞ്ഞ് കേക്കും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കട്ട് ചെയ്യാനായിട്ട്. ഒരു ചോക്ലേറ്റ് ഫ്ലേവർ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ആൻഡ് നമ്മളത് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചല്ല, ലുലുന്ന് പോയി ഡിന്നറൊക്കെ കഴിച്ച് വീട്ടിൽ എത്തിയിട്ട് വീട്ടിൻ്റെ പുറത്ത് വെച്ച് തന്നെ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കട്ട് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. സോ ഒരു വെരി ക്യൂട്ട് ഡേ ആയിരുന്നു. ഒരു സ്മോൾ വെരി മിനി വ്ളോഗാണിത്. സോ അത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു കുഞ്ഞ് ഡേ അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ലുലുവിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഡിന്നറും കഴിച്ചിട്ട് മടങ്ങി. സോ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് ഡേ. സോ ഹോപ്പ് യു ആർ ലൈക്ഡ് ആൻഡ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റ് വീഡിയോസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ലവ് യു ഗൈസ് സോ മച്ച്.